ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം ഭാഗം 68. അമ്മേ നാരായണ. ദേവിയുടെ 912 നാമമാണ് സവ്യ അപസവ്യ മാർഗസ്ഥ. സവ്യാപസവ്യ മാർഗസ്ഥ എന്ന് കൂട്ടി വായിക്കുന്നു. സവ്യമാർഗം എന്നാൽ വാമാചാരവിധി, വാമമാർഗം ഇടത് മാർഗം എന്ന് തന്ത്രവിധിയിൽ പറയുന്ന ആരാധനാ വിധിയാണിത്. ഈ മാർഗത്തിൽ മത്സ്യമാംസാദികളൊക്കെ ദേവിക്ക് പൂജിക്കുന്നു. ശുദ്ധാശുദ്ധികൾ എന്നൊരു കോൺസെപ്റ്റ് ഇല്ലാത്ത വാമാചാരവിധിയാണ് സവ്യമാർഗം എന്ന് പറയുന്നത്. അപസവ്യമാർഗമാണ് ദക്ഷിണ മാർഗം അല്ലെങ്കിൽ വലത് മാർഗം എന്നറിയപ്പെടുന്നത്. ഇത് സാധാരണയായി കാണുന്ന ബ്രാഹ്മണിക്കൽ പൂജാ രീതികളാണ്. ഇവിടെ ശുദ്ധാശുദ്ധികളൊക്കെ നോക്കുന്നു. രണ്ട് മാർഗങ്ങളിലൂടെയും ദേവിയിൽ എത്തിച്ചേരുക സാധ്യമാണ്. ദേവീ പദത്തിലെത്താനായിട്ട് ശുദ്ധമായ മനസ്സോടെ നിഷ്കളങ്ക ഭക്തിയോടെ ഏത് മാർഗത്തിൽ സമീപിച്ചാലും ദേവിയിലെത്തിച്ചേരാൻ സാധിക്കുമെന്ന അർത്ഥം. 913 നാമം സർവ ആപത് വിനിവാരിണി, സർവാപദ്വിനിവാരിണി എന്ന് ചേർത്ത് വായിക്കുന്നു. എല്ലാ ആപത്തുകളിൽ നിന്നും തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്ന ദേവി എന്നർത്ഥത്തിലാണ് ദേവിയെ സർവാപദ്വി നിവാരിണി എന്ന് വിളിക്കുന്നത്. 914 നാമം സ്വസ്ഥ. ദേവി സ്വസ്തി നൽകുന്നവളാണ്. അതേസമയം താനായിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും സ്വസ്തിയോടെ ഇരിക്കുന്നവളാണ് ദേവി ലളിതാംബിക. അതിനാലാണ് ദേവിക്ക് ഭക്തന് സ്വസ്ഥത നൽകാനായിട്ട്, സ്വാസ്ഥ്യമരുളാനായിട്ട് സാധിക്കുന്നത്. ഈ സ്വസ്ഥത, സ്വാസ്ഥ്യം, സ്വസ്തി എങ്ങനെ ലഭിക്കുന്നു? ആത്മജ്ഞാനത്തിലൂടെ. തന്നിലേക്ക് തന്നെയുള്ള യാത്രയാണ് ദേവി ഭക്തൻ നടത്തേണ്ടത്. അതിനാണ് ദേവി ഭക്തനെ പ്രേരിപ്പിക്കുന്നത്. ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ ബാഹ്യമായി സന്തോഷം തേടി നടക്കുമ്പോഴാണ് നമുക്ക് ഈ അസ്വസ്ഥത ഉണ്ടാവുന്നത്. നമ്മളായിരിക്കുന്ന ആ അവസ്ഥയെ ആക്സെപ്റ്റ് ചെയ്യുകയും ആത്മജ്ഞാനത്തിലേക്കുള്ള വഴികൾ തേടുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്വാസ്ഥ്യം ഉണ്ടാവുന്നു. 915 നാമം സ്വഭാവ മധുര. സ്വഭാവം എന്നാൽ ഒരാളുടെ ബേസിക് നേച്ചർ. ദേവിയുടെ അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് മധുരതരമാണ്. ദേവി അമ്മയെ പോലെയാണെന്ന് പറഞ്ഞു. അമ്മയുടെ ഏറ്റവും അടിസ്ഥാന സ്വഭാവം സ്നേഹം, കരുണ ഇതൊക്കെയാണ്. ആ അടിസ്ഥാന ഭാവമായ മധുരമായിട്ടിരിക്കുന്ന ദേവി സ്വഭാവ മധുര. ദേവിയുടെ പ്രകൃതം തന്നെ മധുരതരമാണ്. 916 നാമം ധീര. പല രീതിയിൽ ഈ വാക്കിന് അർത്ഥം നൽകാം. ധീര എന്നാൽ ദേവി ഒരു യോദ്ധാവാണ്. ഭണ്ഡാസുര നിഗ്രഹത്തിനായി ശക്തിസേനയുടെ അകമ്പടിയോടെ ഒരു യുദ്ധം തന്നെ നയിച്ച ദേവിയെ ധീര എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒരു അത്ഭുതവുമില്ല. ഇനി ധീ എന്നാൽ ബുദ്ധി, ബുദ്ധിമതി, ബുദ്ധിയുടെ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ധീര എന്ന് വിളിക്കാം. ഈ ധീ എന്നുള്ളത് കൊണ്ട് ആത്മജ്ഞാനം എന്ന അർത്ഥം. ആ ആത്മജ്ഞാനത്തിൻ്റെ സ്രോതസ്സായി വർത്തിക്കുന്നവൾ ധീര. 917 നാമം ധീര സമർച്ചിത. ധീരന്മാരാൽ അർച്ചിക്കപ്പെടുന്ന ദേവി ലളിതാംബിക. ഈ ധീരത, ധൈര്യം, ശക്തിയായിട്ട് ഇവിടെ പറയുന്നത് ആത്മജ്ഞാനമാകുന്ന ആ ശക്തിയുള്ളവനാണ് ധീരൻ. മറ്റുള്ളവരെ ജയിക്കുമ്പോഴല്ല, നമ്മളെ തന്നെ ജയിക്കുമ്പോഴാണ് ധീരന്മാരാകുന്നത്. നമ്മുടെ കാമക്രോധ ലോഭ മോഹാദികളെ ജയിക്കുമ്പോഴാണ് നമ്മൾ ധീരരാകുന്നത്. ആ വിധത്തിലുള്ള ആത്മജ്ഞാനികൾ ആകുന്ന ആ ധീരന്മാരാൽ അർച്ചിക്കപ്പെടുന്ന ദേവി ധീര സമർച്ചിത. 918 നാമം ചൈതന്യാർഘ്യ സമാരാധ്യ. ചൈതന്യം എന്നാൽ നമ്മുടെ ഉള്ളിലെ ആ ജീവൻ്റെ സാന്നിധ്യമാണ് ചൈതന്യം. ഈശ്വര സാന്നിധ്യമാണ്. എല്ലാവരുടെ ഉള്ളിലും ആ ചൈതന്യം ഉള്ളിടത്തോളം കാലമാണ് ജീവിച്ചിരിക്കുന്നു
എന്നുള്ളതിൻ്റെ തെളിവാണ് ആ ചൈതന്യത്തിൻ്റെ സാന്നിധ്യം. ശിവം എന്ന ആ ചൈതന്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മളൊക്കെ ശവമായിട്ട് മാറുന്നത്. അപ്പോൾ ആ ചൈതന്യം അതിനാൽ അർച്ചിക്കപ്പെടുകയാണെങ്കിൽ അതാണ് ദേവിക്ക് ഏറ്റവും പ്രിയമെന്ന അർത്ഥം. അർഘ്യം എന്നാൽ പൂജാവസ്തു എന്ന അർത്ഥം. നമ്മുടെ ഉള്ളിലെ ആ ചൈതന്യം തന്നെ ദേവിക്ക് പൂജാവസ്തുവായി സമർപ്പിച്ചാൽ അതാണ് ദേവിക്ക് ഏറ്റവും പ്രിയമെന്ന അർത്ഥം. ഈ ചൈതന്യം എന്നുള്ളതിന് മനസ്സ് എന്നൊരർത്ഥം എടുത്താൽ മനസ്സാകുന്ന പൂജാവസ്തുവാണ് ദേവിക്ക് സമർപ്പിക്കേണ്ടത്. ദേവിയുടെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുറേ പൈസ സമർപ്പിക്കുകയും കാണിക്കയായിട്ട് കുറേ സ്വർണവും വെള്ളിയും തൂക്കി നൽകുന്നതിലും അല്ല ദേവി സംപ്രീതയാകുന്നത്. ദേവിക്ക് പ്രിയം മനസ്സാകുന്ന പുഷ്പം കൊണ്ട് പൂജിക്കപ്പെടുമ്പോഴാണ്. 919 നാമം ചൈതന്യ കുസുമപ്രിയ. ചൈതന്യാർഘ്യ സമാരാധിയാണ് ദേവി എന്ന് പറഞ്ഞു. ചൈതന്യമാകുന്ന കുസുമം, നമ്മുടെ ഉള്ളിലെ ജീവാത്മാവാകുന്ന കുസുമം, പുഷ്പം, ആ പുഷ്പത്തെ ഇഷ്ടപ്പെടുന്ന, അതിൽ പ്രീതിപ്പെടുന്ന ദേവി ലളിതാംബിക. 920 നാമം സദോദിത. സദാ ഉദിത, എല്ലായ്പ്പോഴും പ്രഭ ചൊരിയുന്ന, എല്ലായ്പ്പോഴും പ്രകാശിച്ച് നിൽക്കുന്ന ദേവി ലളിതാംബിക. ആ ദേവിയോട് അടുക്കുമ്പോൾ നമ്മളും സദാ പ്രകാശമുള്ളവരായിട്ട് മാറുന്നു. വാക്കിലും പ്രവൃത്തിയിലും നല്ല ഒരു വൈബ് എന്ന് പറയല്ലേ, ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ ഒരു വാക്കാണത്. നല്ല വൈബ്സ് സ്പ്രെഡ് ചെയ്യുക. ചിലരോട് സംസാരിക്കുമ്പോൾ തന്നെ അങ്ങനെയാണല്ലേ, ഒരു പോസിറ്റീവ് എനർജിയാണ് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ. ഈ പോസിറ്റിവിറ്റിയുടെ ഒരു കേന്ദ്രമാണ് ദേവി. ദേവിയോട് അടുക്കും തോറും നമ്മളും സദാ ഉന്മേഷമുള്ളവരായിട്ട് മാറുന്നു. 921 നാമം സദാ തുഷ്ട. എല്ലായ്പ്പോഴും സന്തുഷ്ടയായിരിക്കുന്ന ദേവി ലളിതാംബിക. എന്തായിരിക്കും ദേവിയുടെ ഈ സന്തോഷത്തിൻ്റെ, സ്വസ്തിയുടെ കാരണം? ദേവിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദേവി കർമ്മം ചെയ്യുന്നത് കർമ്മഫലം ഇച്ഛിക്കാതെയാണ്. പുതിയതായിട്ട് എന്തെങ്കിലും നേടണമെന്നോ പ്രശസ്തി കിട്ടണമെന്നോ ഒന്നുമുള്ള ആഗ്രഹത്തോടെയല്ല ദേവി കർമ്മങ്ങളൊന്നും ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതാണ് ദേവിയുടെ സന്തോഷത്തിൻ്റെ, ആ സദാ ആനന്ദചിത്തയായിരിക്കുന്ന ദേവിയുടെ ആ സീക്രട്ട് അതാണ്. 922 നാമം തരുണാദിത്യ പാടല. പാടലവർണം, ഇളം ചുവപ്പ് നിറത്തിലുള്ള ദേവി ലളിതാംബിക. ആരുടെ പാടലവർണ്ണമാണ് ദേവിക്കുള്ളത്? തരുണാദിത്യൻ്റെ. തരുണ ആദിത്യൻ ആരാണ്? യൗവനയുക്തനായ ആദിത്യൻ്റെ, സൂര്യൻ്റെ പാടലവർണ്ണമുള്ള ദേവി ലളിതാംബിക. മധ്യാഹ്ന സമയത്തുള്ള സൂര്യനാണ് ഈ ഇളം ചുവപ്പ് നിറമുള്ളത്. ആ സൂര്യനെ പോലെ ഇളം ചുവപ്പ് നിറത്തിലുള്ള ദേവി ലളിതാംബിക. 923 നാമം ദക്ഷിണ അദക്ഷിണാരാധ്യ. ദക്ഷിണമാർഗം വലത് ആരാധനാ രീതിയാണ്. ശുദ്ധാശുദ്ധികളെയൊക്കെ പിന്തുടരുന്നവരാണ്. ദക്ഷിണമാർഗത്തിന് കർമ്മമാർഗത്തിനൊരർത്ഥം ഒരു പറയുന്നത്, കർമ്മമാർഗത്തിലൂടെ കർമ്മമാർഗത്തെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ദേവിക്കുന്നവർക്ക് പ്രീതിപ്പെടും. ദേവി സ്വന്തം വെളിപ്പെടുക. കർമ്മമാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ എന്ന അർത്ഥത്തിലാണ് കർമ്മമാർഗമാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ എന്ന ഒരു അദക്ഷിണമാർഗമാണ് കർമ്മമാർഗം. ഇനി അദക്ഷിണമാർഗം എന്നാൽ ജ്ഞാനമാർഗമാണ് അദക്ഷിണമാർഗം. ഞാൻ ആരാണ് എന്ന ആത്മജ്ഞാനം തേടിയുള്ള യാത്രയാണ് ജ്ഞാനമാർഗം. ആ മാർഗത്തിലൂടെയും ഈശ്വര സാക്ഷാത്കാരം സാധ്യമാണ് എന്ന് അർത്ഥം. കർമ്മമാർഗത്തിലൂടെയും ജ്ഞാനമാർഗത്തിലൂടെയും ദേവിയെ ആരാധിക്കുക സാധ്യമാണ്. 924 നാമം ധരസ്മേര മുഖാംബുജ. ധരസ്മേരം എന്നാൽ മന്ദസ്മിതം, മുഖ അംബുജ. ദേവിയുടെ മുഖത്തെ ഒരു താമരയോട് ഉപമിക്കുന്നു. ആ താമര പോലുള്ള മുഖത്ത് എല്ലായ്പ്പോഴും നമുക്കൊരു മന്ദസ്മിതം കാണുക സാധ്യമാണ്. ദേവിയുടെ കണ്ണുകൾ കരുണാർദ്രമാണ്. ദേവിയുടെ മുഖം സദാ മന്ദസ്വേരമുള്ളതാകുന്നു.
ദുഃഖത്തിലും ദുരിതത്തിലും ഏത് പ്രതിസന്ധിയിലും ചിരിച്ച മുഖത്തോടെ ആ പ്രതിസന്ധിയെ നേരിടാനുള്ള ശക്തി ദേവി നൽകുന്നു. 925 നാമം കൗളിനി കേവല. കൗളമാർഗം പിന്തുടരുന്നവരെയാണ് കൗളിനി എന്ന് പറയുന്നത്. കൗളമാർഗം എന്താണെന്ന് നമ്മൾ പല വട്ടമായിട്ട് ചർച്ച ചെയ്തതാണ്. കൗളമാർഗം തന്ത്രവിധിയിലെ ഒരു ആരാധനാ രീതിയാണ്. ആ കൗളമാർഗം പിന്തുടരുന്നവർക്ക് മുന്നിൽ കേവല രൂപമായി ആ ബ്രഹ്മത്തിൻ്റെ ഏറ്റവും ശുദ്ധ രൂപത്തിൽ അവർക്ക് മുന്നിൽ വെളിപ്പെടുന്ന ദേവി ലളിതാംബികയാണ് കൗളിനി കേവല. 926 നാമം അനർഘ്യ കൈവല്യ പദദായിനി. അനർഘ്യം എന്നാൽ ഏറ്റവും അമൂല്യമായ കൈവല്യ പദം, മോക്ഷപദം നൽകി അനുഗ്രഹിക്കുന്ന ദേവി ലളിതാംബികയാണ് അനർഘ്യ കൈവല്യ പദദായിനി. 927 നാമം സ്തോത്രപ്രിയ. ദേവിക്ക് ഏറ്റവും ഇഷ്ടം നാമജപമാണ്. നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ മനസ്സർപ്പിച്ചുകൊണ്ട് നടത്തുന്ന നാമജപം ഇഷ്ടപ്പെടുന്ന ദേവി ലളിതാംബിക. 928 നാമം സ്തുതിമതി. സകല സ്തുതികളിലെയും സകല നാമങ്ങളിലെയും സകല വേദങ്ങളിലെയും ആ അന്തസത്തയായിരിക്കുന്ന, സാരാംശമായിരിക്കുന്ന, അതിലെ മതിയായി, ആ ബുദ്ധിയായി, അത് നൽകുന്ന ജ്ഞാനമായിരിക്കുന്ന ദേവി ലളിതാംബിക ദേവിയെയാണ് സ്തുതിമതി എന്ന് വിളിക്കുന്നത്. 929 നാമം ശ്രുതി സംസ്തുത വൈഭവ. ശ്രുതി എന്നാൽ വേദങ്ങൾ. സകല വേദങ്ങളും ആരെ സ്തുതിക്കുന്നു? ദേവിയെ സ്തുതിക്കുന്നു. എല്ലാ ശ്രുതികളുടെയും എല്ലാ വേദങ്ങളുടെയും സാരമായിരിക്കുന്നത് ദേവി തന്നെ. 930 നാമം മനസ്വിനി. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മനസ്സായി പ്രവർത്തിക്കുന്ന, ഒരു കളക്റ്റീവ് സൈക്കിയായി പ്രവർത്തിക്കുന്ന ദേവി ലളിതാംബിക. ആ പരമാത്മാവിൻ്റെ തന്നെ മനസ്സായി വർത്തിക്കുന്നത് ആദിപരാശക്തിയാണ്. മനസ്വിനി എന്ന നാമം കൊണ്ട് ഇതാണ് അർത്ഥമാക്കുന്നത്. ഏറ്റവും വിശേഷപ്പെട്ട മനസ്സായി സ്ഥിതി ചെയ്യുന്നവൾ, വിശേഷപ്പെട്ട മനസ്സിന് ഉടമ എന്നൊരർത്ഥം കൂടെ എടുക്കാം. നമ്മളിന്ന് 912 മുതൽ 930 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നോക്കിയത്. ഏതൊക്കെയായിരുന്നു? സവ്യ അപസവ്യ മാർഗസ്ഥ, സർവ ആപത് വിനിവാരിണി, സ്വസ്ഥ, സ്വഭാവമധുര, ധീര, ധീരസമർച്ചിത, ചൈതന്യാർഘ്യ സമാരാധ്യ, ചൈതന്യ കുസുമപ്രിയ, സദോദിത, സദാതുഷ്ട, തരുണാദിത്യ പാടല, ദക്ഷിണ അദക്ഷിണാരാധ്യ, ധരസ്മേര മുഖാംബുജ, കൗലിനി കേവല, അനർഘ്യ കൈവല്യവദദായിനി, സ്തോത്രപ്രിയ, സ്തുതിമതി, ശ്രുതി സംസ്തുത വൈഭവ, മനസ്വിനി.